മെഴുക്ക് വരട്ടിയായി. ഇന്നെന്താ നമ്മുടെ ഇപ്പോൾ? ഇന്ന് നമ്മുടെ പയറ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്. ചുരുക്കി പറഞ്ഞാൽ വള്ളിപ്പയർ തോരൻ. വള്ളിപ്പയർ പിന്നെ പണ്ടൊക്കെ ആണെങ്കിൽ ഒരു എന്താണ് അച്ചിങ്ങ പയർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പയർ ഉണ്ടാക്കും തോട്ടത്തിൽ. അത് തന്നെയല്ലേ? അല്ല, അത് ഇത്രേ ഉണ്ടാവുള്ളൂ, നീളം കുറവായിരിക്കും. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയത്. മറ്റേത് ഇത്രേ ഉണ്ടാവുള്ളൂ. അത് കരിമ്പച്ച നിറത്തിൽ ഇത്ര മണം വയ്ക്കില്ല. അതങ്ങോട്ട് കൈ കൊണ്ട് ഒടിച്ചിട്ട് ഇതുപോലെ വെക്കുകയാണ്. ഇപ്പോൾ വെക്കാൻ പോകുന്ന പോലെ വെക്കുകയാണെങ്കിൽ അത് കൂട്ടി കൊണ്ട് വയ്ക്കും ചൂടോടെ. അതേപോലെ ഇപ്പോൾ ഇത് വെക്കുന്നത് അച്ചിങ്ങ പയർ വെക്കുന്ന മോഡല്. ഇത് ശരിക്കും അപ്പം വള്ളിപ്പയർ തന്നെയല്ലേ പറയാ? അച്ചിങ്ങ പറയാലോ. വള്ളിയിലുണ്ടാവുന്ന പയറാത്. അച്ചിങ്ങ അത് വള്ളിയിലുണ്ടാവുന്ന തന്നെ. അത് തന്നെ വള്ളിയിലുണ്ടാവുന്ന തന്നെ പരന്ന പയറുണ്ട്, നാലുമൂല പയറുണ്ട്. നാലുമൂലയായിട്ടുള്ള പയറാണെങ്കിൽ നമ്മളൊന്നൊരു 10 എണ്ണം മേടിച്ച് ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചെല്ലുമ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ആയി 20 എണ്ണം. അങ്ങനെ ഉണ്ടാവും. ഒരു ചെടി ഉണ്ടെങ്കിൽ ഒരു വീട്ടിൽ നല്ലപോലെ കറി വയ്ക്കാൻ പറ്റും ഉപ്പേരിയൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും പയറൊക്കെ വീട്ടിൽ നട്ട് വളർത്തുക. നല്ലതാ, സ്ഥലമുള്ളവർക്കൊക്കെ നട്ട് വളർത്താം. അപ്പോൾ എന്തായാലും നമുക്കത് തോരൻ വെച്ചേക്കാം അല്ലേ? തോരൻ എന്ന് പറഞ്ഞാൽ തോരനല്ല, ഒരു മെഴുക്ക് പുരട്ടി സംഭവം എന്നൊക്കെ പറയാം. അതിന് നമുക്ക് ആദ്യം സ്റ്റൗ ഒന്ന് ഓൺ ചെയ്തിട്ട് പാൻ വയ്ക്കാം. ഇത് പെട്ടെന്ന് കഴിയും. ആ വിശന്ന് വലഞ്ഞൊക്കെ വരുമ്പോഴേ ഇറക്കി, അല്ലെങ്കിൽ എന്തെങ്കിലും ഉപ്പേരി ഉണ്ട്, കറിയുണ്ട്, ഉപ്പേരി ഇല്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് ഒടിച്ചെടുക്കുന്ന സമയമേ ഉള്ളൂ. നോക്കാത്തതാണെങ്കിൽ സുഖമാണ്, കൈ കൊണ്ട് വേഗം ഒടിച്ച് ഇങ്ങോട്ടെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒരു 200 പയറുണ്ട്. 200 പയറുണ്ട്. 200 ഗ്രാം. യെസ്, എണ്ണ അല്ല, അതങ്ങനെ നമ്മൾ 200 പയർ എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് കടയിൽ വാങ്ങില്ലേ, അതിൻ്റെ ഒരു ഓർമ്മയിൽ അങ്ങനെ പറഞ്ഞു പോയതാ. എണ്ണ നല്ല ഗ്രാമാണ്. പിന്നെ ഇതിപ്പോൾ അതാ ഒരു വലിയൊരു സവോളയാണേ. ആ സവോള അങ്ങനെ തന്നെ നീട്ടി മുറിച്ചിട്ടുണ്ട്. സാധാരണ മുറിക്കുന്ന മുറിക്കലല്ലേ. എണ്ണയൊന്നും ഒഴിക്കണ്ട, പറഞ്ഞുതരാം. ഇനി ഇതിലൊരു 6 പച്ചമുളകുകളുണ്ട്. അത് നീട്ടി അരിഞ്ഞിട്ടുണ്ട്. അടിയിക്കല്ലേ. ഇനി അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും, ഇത് വേഗം പാകത്തിന്. അത്ര നിൽക്കട്ടെ. ഇനി വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചാൽ മതി ആവശ്യത്തിന്. ആവശ്യത്തിന്. പിന്നെ അതിലോട്ട് നമ്മളെ കറിവേപ്പില ഇട്ട് കൊടുക്കും. ഇതിൻ്റെയൊക്കെ ടേസ്റ്റേ ഉണ്ടാവുള്ളൂ ഇതിൽ, പക്ഷേ ചൂടോടെ കഴിക്കുമ്പോൾ നല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉപ്പ് വേണോ? ഉപ്പ് വേണം. എല്ലാം ഇട്ട് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഉപ്പ് ലാസ്റ്റാണോ അത് ഇപ്പം തന്നെയാണോ എന്ന് അറിയാൻ? അല്ല, ഇപ്പം തന്നെയോ, കിടന്നോട്ടെ, പിടിച്ചോട്ടെ. അപ്പം ഇതാണ് തോരനല്ല, മെഴുക്ക് പുരട്ടി. തോരനല്ല, അത് തന്നെ. അതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി വെള്ളം വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാതെ മൂടി വയ്ക്കാം. ഇനി ഇത് വെന്തിട്ടാണ് ബാക്കി പരിപാടി. എല്ലാം തിള കയറിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി വയ്ക്കാം. നമ്മൾ മുമ്പ് പറഞ്ഞ അച്ചിങ്ങയില്ലേ, അയ്യോ അതിന് ഇത്രയ്ക്ക് വെള്ളവും വേണ്ട, സമയവും വേണ്ട, പെട്ടെന്നാവും. ഇത് വെള്ളത്തിൽ വെക്കണ്ട എന്നുള്ളതാണെങ്കിൽ നമ്മളന്നൊരു വിഭവം ഉണ്ടാക്കി, പിന്നെ ഇത് ചെമ്പിൽ ആവിയിൽ വേവിച്ചത് പാവിക്കാം. അതേപോലെ ഇത് വെച്ചാൽ നല്ലതാണ്. അങ്ങനെ വേണമെങ്കിലും വയ്ക്കാം. എന്തായാലും ശരി, ഇത് പാനിലേക്ക് മാറ്റിയിട്ട് പിന്നെ വെളിച്ചെണ്ണ വേണം, പച്ച വെളിച്ചെണ്ണ. അപ്പോൾ നമുക്ക് എന്തായി നോക്കാം.
വെള്ളമൊക്കെ വറ്റി കുറച്ചും കൂടി ഉണ്ട് കേട്ടോ, അതും കൂടി വെട്ടണം. പച്ചമുളകിൻ്റെയും കറിവേപ്പിലേൻ്റെയും കൂടി ഒരു മണമൊക്കെ ഉണ്ടാവും. പയർ ഉള്ളിയൊക്കെ കൂടെ വേവുന്നൊരു മണം. കുറച്ചും കൂടി ഉണ്ട് പറ്റാൻ. വെള്ളം മൊത്തം പറ്റണമായിരിക്കും. ഇപ്പോൾ ഏതാണ്ടായിട്ടുണ്ടേ, എല്ലാം നമ്മൾ ഉദ്ദേശിച്ച പാകത്തിനായി. ഇനി നമുക്ക് വെളിച്ചെണ്ണ വയ്ക്കാം. വെളിച്ചെണ്ണ കുറച്ച് അധികം ഒഴിക്കേണ്ടി വരും കേട്ടോ, പിന്നെ മെഴുക്ക് എത്തിയല്ലേ, എന്നാലല്ല പേരിനുള്ളൊരർത്ഥമാവും. അതെ അതെ. ഈ വെളിച്ചെണ്ണ ഇഷ്ടപ്പെടാത്തവർക്ക് മെഴുക്ക് പുരട്ടി അല്ലാണ്ട് കഴിക്കാം. അല്ലാതെ കഴിക്കാം. ഇനിയിപ്പോൾ ഇത്ര വേവണ്ടെന്നുള്ളവർക്ക് ആ പച്ചയോടെ കഴിക്കാം. പകുതി വെന്തിട്ട് ഒരു പച്ചപ്പുണ്ടാവും. ഇപ്പോൾ വെന്ത നിറം വന്നില്ലേ. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ മെഴുക്ക് പുരട്ടി. ഇത് സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നതാണ്, എല്ലാവർക്കും അറിയാം, എന്നെക്കാട്ടിലും അറിയാം. ശരിക്കും ഒരു റിസ്ക്കും ഇല്ലാണ്ട് ഒരു റിസ്ക്കും ഇല്ല. ഇത് പയറുണ്ടെങ്കിൽ അത് കഴുകി മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട വെള്ളത്തിലൊന്ന് നല്ലോണം കഴുകിയെടുത്ത് അതിൻ്റെ അറ്റം രണ്ടും മുറിക്കുക. പിന്നെ ഇപ്പം ഇത് കടയിൽ നിന്ന് വാങ്ങുന്നതാണ്, പുഴുവില്ല, ധൈര്യത്തോടെ ശരിയാക്കാം. നമ്മൾ അച്ചിങ്ങ പയറൊക്കെ പറിക്കുമ്പോൾ ചിലപ്പോൾ കാണാം മൂത്ത് വരുമ്പോൾ അതിൽ കുരു വെക്കാൻ തുടങ്ങുമ്പോൾ അതിൽ പുഴു ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ഭാഗമൊക്കെ മുറിച്ച്, ഇത് പിന്നെ പേടിക്കുക വേണ്ട. മുറിച്ച് വെച്ച് ഉള്ളി മുറിച്ച് മുളകും മുറിച്ച് അങ്ങോട്ടേക്ക് ഇട്ട് കഴിഞ്ഞ് ഇത്തിരി ഉപ്പും ഇട്ട് വേവിച്ച് എണ്ണ വേണ്ടവർക്ക് എണ്ണ ഒഴിക്കുക, വേണ്ടാത്തവർക്ക് വേണ്ട. കുട്ടികൾക്കും എല്ലാം കൂട്ടാൻ നല്ലതാണ്. ഒരുപാട് മുളക് പൊടിയൊന്നും ഇല്ലല്ലോ, നല്ല ധൈര്യത്തോടെ കൂട്ടാം. പച്ചമുളക് കുട്ടികൾക്കും വലിയവർക്കൊക്കെ നല്ലതാണ്. 5 മിനിറ്റ് കൊണ്ട് ഒരു മെഴുക്ക് പുരട്ടി റെഡി. മെഴുക്ക് പുരട്ടിയായി. അപ്പോൾ എന്തായാലും നമുക്കത് മെഴുക്ക് പുരട്ടി എങ്ങനെ ഉണ്ടെന്ന് കണ്ട് നോക്കാം അല്ലേ. അതെ, അതൊന്ന് കഴിച്ചു നോക്കാം. ചൂടുണ്ടാവേ, കഴിച്ചു നോക്കിയേ. നല്ല ചൂടുണ്ട് കേട്ടോ. ആണല്ലോ, പിന്നെ അടുപ്പത്തൊന്നും എടുത്തല്ലേ. അതെ അതെ, ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്തായാലും നമ്മുടെ മെഴുക്ക് പുരട്ടി ഒന്ന് കഴിച്ചു നോക്കാം. ഉപ്പുണ്ടോ? ഉപ്പുണ്ട്, നല്ല രസമുണ്ട്. ഒരു എന്താണ് പ്രയത്നവും ഇല്ലാത്ത ഒരു കറി. ശരിക്കും ഇത് ഉണ്ടാക്കുന്ന സമയത്ത് വേറെ ഇപ്പൊ തേങ്ങ അങ്ങനെ ഒരു സാധനം ചേർക്കാത്തത് കൊണ്ടേ അതൊന്നും ചിരകാനും പോകണ്ട. നമ്മൾ ഈ ഒരു ടേസ്റ്റ് പ്രതീക്ഷിക്കുന്നില്ല. സാധാ ഒരു തോരൻ വെക്കുന്നതിന്റെ അല്ലെ വേറൊരു കറീന്റെ ഒരു ആ ടേസ്റ്റ് ഉണ്ടാകൂലെന്നാ വിചാരിച്ചത്. കാരണം വേറെ ഒന്നും ചേർക്കുന്നില്ല, ചുമ്മാ ശരിക്കും പയറ് പുഴുങ്ങിയെടുത്ത പോലെ ഒരു തന്നെ കാണുള്ളൂ ശരിക്കും. പക്ഷെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഇതിൻ്റെ ഒക്കെ ടേസ്റ്റ് പുറത്ത് വരും. പിന്നെ ഇപ്പം ഇത് മാത്രം കൂട്ടി ചോറ് തിന്നാൻ പറ്റില്ല വലിയവർക്കൊന്നും. ഇത് മാത്രം കൂട്ടി തിന്നാൻ കുഴപ്പമൊന്നുമില്ല. രസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ല ചിലർക്കിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് പോരാതെ നമ്മളെ മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ള കറിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് കൂട്ടിയിട്ട് തിന്നാൻ ഇഷ്ടപ്പെടില്ല. നല്ല കറിയാണ്. കാരണം ഇതിനകത്ത് ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കാം. നമ്മൾ ഒരു പരിപാടിക്കും പോകണ്ട, എല്ലാം കൂടെ ഒന്നിച്ചിട്ടു അങ്ങ് ചൂടാക്കി എടുത്തു, വേറൊരു പരിപാടിക്കും പോകണ്ട. ഓരോന്നോരോന്നായിട്ട് ഇടുമ്പോൾ നമ്മൾ ആദ്യം മറ്റേ എന്താ ഉപ്പേരിയും മറ്റെന്താ തോരനൊക്കെ ഉണ്ടാക്കുന്ന പോലെ വറവിടണ്ടേ. ആ പച്ച വെളിച്ചെണ്ണ അത്ര തന്നെ ഇല്ല നമ്മൾ ഒഴിച്ചത്, അതുകൊണ്ട് ഒഴിച്ചാൽ കറിയായി. എന്തായാലും 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയ നല്ല ഗംഭീരം മെഴുക്ക് പുരട്ടിയാണ് മദർ ടീച്ചർ ഇന്ന് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. ആകെയുള്ളത് പയറും പച്ചമുളകും ഒരു സവോള അല്ലേ. പയറ്, പച്ചമുളക്, ഉള്ളി, സവാള, പിന്നെ കറിവേപ്പില, ഉപ്പ്, കുറച്ചെണ്ണ, ഉപ്പും കുറച്ച് വെള്ളം. ഇത്ര സാധനം ഉണ്ടെങ്കിൽ കറി റെഡിയാണ് 5 മിനിറ്റ്. അപ്പം എന്തായാലും ഗംഭീരം കറിയാണ്, ഗംഭീരം മെഴുക്ക് പുരട്ടിയാണ് അല്ലേ. ഇത് പിന്നെ പല വിധത്തിലും വെക്കാം കേട്ടോ, അവനവൻ്റെ സാമർത്ഥ്യം പോലെ വേറെ വിധത്തിലൊക്കെ വെക്കാം. അപ്പം ഞാൻ പെട്ടെന്ന് കാണിച്ചു എന്ന് മാത്രം. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. അത് ഉണ്ടാക്കി വരുമ്പം കാണുന്ന പോലെയല്ല, കഴിച്ചു കഴിയുമ്പം. ഇതിലത്തെ ഈ പച്ചമുളക് അടക്കം ഊണ് കഴിക്കുമ്പോൾ കഴിക്കാം എന്നുള്ളതൊരു പ്രത്യേകതയാണ്. അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഈ ഉപ്പും
വെളിച്ചെണ്ണയും ഒക്കെ കൂടി ചേരും. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക, കഴിക്കുക, അഭിപ്രായം എളുപ്പമുണ്ടാക്കാം, അഭിപ്രായം ടീച്ചറെ അറിയിക്കുക അല്ലേ. നമ്മളെ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ കുറച്ചേ ഉള്ളൂ അഭിപ്രായങ്ങൾ. എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഇടണം. അതെ, എന്താ അഭിപ്രായം തോന്നിയാൽ. അതെ, അപ്പം വീണ്ടും കാണാം അല്ലേ. വീണ്ടും കാണാം. ഓക്കെ.